സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും സാമൂഹ്യ സുരക്ഷയും ലക്ഷ്യമിട്ട് LDF സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായ ചുവടുവെപ്പാണ് പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി. നിലവിൽ സംസ്ഥാനത്ത് ലഭ്യമായ വിവിധ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ പരിധിയിൽ വരാത്ത എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 8 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചത് ഈ പദ്ധതിയുടെ പ്രസക്തിയും ജനകീയതയും വിളിച്ചോതുന്നുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ 22-ന് അപേക്ഷാ നടപടികൾ ആരംഭിച്ചതു മുതൽ സംസ്ഥാനത്തുടനീളം വലിയ ആവേശമാണ് പ്രകടമാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 8,52,223 അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലബാർ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉള്ളതെന്ന് കാണാം. മലപ്പുറം ജില്ലയാണ് അപേക്ഷകരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1,21,942 പേർ. തൊട്ടു പിന്നാലെ പാലക്കാട് ജില്ലയും 1,09,900 പേരാണ്. എന്നാൽ ഭൂപ്രകൃതിയും ജനസംഖ്യാ നിരക്കും പരിഗണിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ് അപേക്ഷകർ ഉള്ളത്, 10,117 പേർ. തിരുവനന്തപുരത്ത് 71,085 പേരും, കോഴിക്കോട് 69,822 പേരും, കൊല്ലത്ത് 54,931 പേരും, ആലപ്പുഴയിൽ 51,698 പേരും, തൃശൂരിൽ 46,873 പേരും, കണ്ണൂരിൽ 34,269 പേരും, കാസർഗോഡ് 32,607 പേരും, എറണാകുളത്ത് 24,873 പേരും, കോട്ടയത്ത് 22,358 പേരും, വയനാട്ടിൽ 16,805 പേരും, പത്തനംതിട്ടയിൽ 15,166 പേരും ആണ്. ഈ കണക്കുകൾ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമ്പത്തിക ആവശ്യകതയെയും സർക്കാർ സംവിധാനങ്ങളിലുള്ള അവരുടെ വിശ്വാസത്തെയുമാണ് പ്രതിഫലിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയൊരു സാമ്പത്തിക ആശ്വാസമെങ്കിലും എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. മാസം 1000 രൂപ വീതമാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് സാധാരണയായി വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാറുള്ളതിനാലാണ് ഈ പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ സ്ത്രീകളായിരിക്കണമെന്നും അന്ത്യോദയ, അന്നയോജന, മുൻഗണനാ വിഭാഗം എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. ഇത് പാവപ്പെട്ടവർക്ക് മാത്രം സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ്. നിലവിൽ മറ്റെന്തെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകളോ സർക്കാർ ധനസഹായങ്ങളോ കൈപ്പറ്റുന്നവർ ഈ പദ്ധതിയുടെ പരിധിയിൽ വരില്ല. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അത്യാധുനിക പോർട്ടലായ K-Smart മുഖേനയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഡിജിറ്റൽ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പ് കൂടിയാണിത്. അപേക്ഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ പരിശോധിക്കാനും അംഗീകരിക്കാനുമുള്ള ചുമതല നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ ലളിതമാക്കിയതിലൂടെ അർഹരായവർക്ക് കാലതാമസമില്ലാതെ സഹായം ലഭ്യമാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. പദ്ധതിയുടെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ ചരിത്രത്തിൽ ഈ പദ്ധതിക്ക് വലിയ സ്ഥാനമുണ്ടാകും. കുടുംബനാഥ എന്ന നിലയിലും അല്ലാതെയും വീടിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളികളാകുന്ന സ്ത്രീകൾക്ക് ഈ 1000 രൂപ വലിയൊരു കരുതലാണ്. പ്രത്യേകിച്ചും മരുന്നുകൾ വാങ്ങുന്നതിനും കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കും മറ്റും ഈ തുക വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കും. കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങളിലൂടെ സ്ത്രീകൾ തൊഴിൽ മേഖലകളിൽ മുന്നേറുമ്പോഴും വീട്ടിലിരിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് ഈ സുരക്ഷാ പദ്ധതി ഒരു വലിയ ആശ്വാസമാണ്. ഇത് വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകാനും സഹായിക്കും. LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകയുടെ കരുത്താണ് ഇത്തരം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കുന്നത് സർക്കാരിന് മുന്നിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് നൽകുന്നത്. അർഹരായ എല്ലാ സ്ത്രീകളിലേക്കും ഈ സഹായം എത്തിച്ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതും ഇടനിലക്കാരില്ലാതെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതും സർക്കാരിന്റെ മുൻഗണനയാണ്. സ്ത്രീപക്ഷ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണിത്.